ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ അസ്ലക്. വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ ലാസ്റ്റ് റാങ്കുകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാറേ ഇത് എവിടുന്ന് ഇതൊക്കെ കിട്ടുക? അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യമല്ലേ? കാരണം നമുക്ക് സ്വയം ഇതൊക്കെ നോക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പുറത്തൊരു എക്സ്റ്റേണൽ ഏജൻസിയെയും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് കിട്ടുന്ന ഡാറ്റ 100% നമുക്ക് തന്നെ വെരിഫൈ ചെയ്യാം. നമ്മുടെ സാധ്യതകൾ പേഴ്സണലൈസ് ചെയ്ത് നമുക്ക് തന്നെ നോക്കാം. അതിനൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഓൾ ഇന്ത്യയിലെ റാങ്കുകൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് ബേസ് ചെയ്തിട്ടാണ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഓൾ ഇന്ത്യയിൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. നമുക്കറിയാം 15% വരുന്ന ഓൾ ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, അതുപോലെ DMD യൂണിവേഴ്സിറ്റികളിൽ, എയിംസിൽ, ജിപ്മറിൽ, ഇവിടെയൊക്കെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അത്തരം സ്ഥലത്ത് MBBS, BDS ഇതിനൊക്കെ നിങ്ങൾക്ക് സാധ്യത ഉണ്ടോ എന്നറിയണ്ടേ? നിങ്ങളുടെ കാറ്റഗറി വെച്ച് നിങ്ങൾ എത്ര റാങ്ക് വരെ പോകും? അല്ലെങ്കിൽ നിങ്ങളുടെ എയിമിലുള്ള ഒരു കോളേജ് ഉണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് മെഡിക്കൽ കോളേജ് ഉണ്ട് മുംബൈയിൽ, അതേപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, എയിംസ്, ജിപ്മർ, ഇതിലൊക്കെ എത്രയാണ് സാധ്യത? തമിഴ്നാട്ടിലൊരു പുതിയ എയിംസ് ഉണ്ട്, എയിംസ് മധുരൈ, അവിടെ എനിക്ക് സാധ്യത ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് മാത്രം അറിഞ്ഞാൽ മതി. നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വളരെ ക്വിക്കായിട്ടൊന്ന് നോക്കാം. അതിനാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിളിൽ പോയിട്ട്, നിങ്ങളുടെ ബ്രൗസർ ഏതാണ് അവിടെ പോയിട്ട് നിങ്ങൾ MCC എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്നതാണ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന വെബ്സൈറ്റ്. അപ്പോൾ MCCയിൽ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടും. ഇതിൽ ഇപ്പം ഞാൻ നീറ്റ് PG എഴുതുമ്പോൾ ഞാനിവിടെ PG മെഡിക്കലിലായിരുന്നു എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. നീറ്റ് PG നിങ്ങൾ നീറ്റ് UG ആണ് എഴുതിയത്. അപ്പോൾ നിങ്ങൾ UG മെഡിക്കൽ. ആൻഡ് വെൽക്കം ടു മെഡിക്കൽ ഫീൽഡ്. ഇനി മുതൽ നിങ്ങൾ ഇതിലാണ്. നിങ്ങൾ MBBS ആണെങ്കിൽ ഇവിടെ, നിങ്ങൾ BDS ആണെങ്കിൽ നിങ്ങൾ ഇവിടെ പോകും. നിങ്ങൾ നീറ്റ് PG എഴുതിയാൽ ഇവിടെ വരണം. നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എക്സാം എഴുതിയാൽ ഇവിടെ വരണം. ഓക്കെ, ഇപ്പോൾ വെബ്സൈറ്റ് നിങ്ങൾ പരിചയപ്പെട്ടോളും. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ന്യൂ രജിസ്ട്രേഷൻ 2025 കഴിഞ്ഞ വർഷത്തെ. നിങ്ങൾ 2026 അത് വന്നിട്ടില്ല, വരും. ഇവിടെയാണ് വരിക. എവിടെ നിന്നാണ് സാറേ എനിക്ക് ലാസ്റ്റ് റാങ്ക് കിട്ടുക? ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ലിങ്കുകളുണ്ട്, പല ഇവൻറ്റ് ന്യൂസൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ വേണ്ടത് ലാസ്റ്റ് റാങ്ക് ആണ്. അതായത് നമ്മുടെ നീറ്റിൻ്റെ കൗൺസിലിങ്ങിൻ്റെ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 എങ്ങനെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിന് നിങ്ങൾ ഈ കറൻറ്റ് ഇവൻറ്റിലാണ് പോകേണ്ടത്. അവിടെ പോയിട്ട് നിങ്ങൾ വ്യൂ മോർ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു വരും. അതിൽ നിങ്ങളൊരു 3ാമത്തെ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഫൈനൽ റിസൾട്ട് ഓഫ് റൗണ്ട് 1 ഓഫ് നീറ്റ് UG കൗൺസിലിംഗ് 2025. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF ഓപ്പൺ ചെയ്ത് വരും. ഈ കാണുന്നതാണ് ആ PDF. ഇതേപോലെ തന്നെ ഇപ്പോൾ കറണ്ട് ഇവൻറ്റിൽ കുറച്ച് മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈനൽ റിസൾട്ട് ഓഫ് റൗണ്ട് 2. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു PDF ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. തൽക്കാലം നമുക്ക് റൗണ്ട് 1 എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം മുകളിലായിട്ട് റൗണ്ട് 1 എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും അല്ലേ? ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ്. ഇത് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഫുൾ ഫോം, അതിൻ്റെ ഫുൾ ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ബേസിക്കായിട്ട് ഫസ്റ്റ് പേജ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് റൗണ്ട് 1 സംഭവിച്ചതെന്ന് മനസ്സിലാവും. റൗണ്ട് 1 നോക്കണേലും നല്ലത് റൗണ്ട് 2 നോക്കുന്നത്. കാരണം നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സീറ്റ് അപ്ഗ്രഡേഷനും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് റൗണ്ട് 2ൻ്റെ ഫയൽ. ഇതിൽ റൗണ്ട് 1 ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റൗണ്ട് 2 ഇവിടെ രേഖപ്പെടുത്തിയതും കാണാൻ പറ്റും. ശരിയല്ല? അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? ഇവിടെ നമുക്ക് റൗണ്ട് 1 ഉണ്ട്, റൗണ്ട് 2 ഉണ്ട്. അപ്പം റൗണ്ട് 1 എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും റാങ്ക് 1 ഓൾ ഇന്ത്യയിൽ എയിംസ് ഡൽഹിയാണ് എടുത്തത്, MBBS ആണ് എടുത്തേക്കണത്. മനസ്സിലായോ? അതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഏത് റാങ്ക്, ഇപ്പം നിങ്ങളുടെ റാങ്ക് ഇവിടെ നോക്കുക. ഇതിൽ ഈ കാണുന്നതാണ് മക്കളെ റാങ്ക്. ഇത് സൈൻ നമ്പറാണ്. അതായത് ഈ കാണുന്നതാണ് റാങ്ക്. ഓക്കെ, ഇത് അതിൻ്റെ സൈൻ നമ്പറാണ് കേട്ടോ. ഇതിലൊരു മിസ്മാച്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും പേര് ഓൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്തിട്ടില്ല അതിനിടയിൽ, അതുകൊണ്ടാണ് മിസ്മാച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 3500 റാങ്കുള്ള കുട്ടിക്ക് കഴിഞ്ഞ വർഷം സർദാർ പട്ടേൽ മെഡിക്കൽ കോളേജിലാണ് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അറിയണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിതിൽ Ctrl F അടിച്ച് നമ്മൾ സെർച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. 1 മിനിറ്റ്. ഇതിൽ ഞാനിവിടെ കോഴിക്കോട് എന്ന് സെർച്ച് ചെയ്യാം. സ്വാഭാവികമായിട്ട് ഒരുപാട് സെർച്ച് ലിസ്റ്റ് വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ കഴിഞ്ഞ വർഷം 309 ഓൾ ഇന്ത്യ റാങ്കുള്ള കുട്ടിയാണ് എടുത്തിരിക്കുന്നത്. ആ കുട്ടി അവിടെ MBBS ആണ് എടുത്തിരിക്കുന്നത്. ആ കുട്ടി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി സെക്കൻഡ് റൗണ്ടിൽ അപ്ഗ്രഡേഷൻ തിരഞ്ഞെടുത്തിട്ടില്ല. ഇത്രയും ഡീറ്റെയിൽസ് നമുക്കിൽ മനസ്സിലാവും. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിച്ച മഞ്ചേരി, അവിടെ എത്ര കയറിയ നോക്കിയാലോ ഫസ്റ്റ് വന്നിരിക്കുന്ന കുട്ടി 3500 ഓൾ ഇന്ത്യ റാങ്കിൽ ആ കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുണ്ട്. ആ കുട്ടി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ കുട്ടി സെക്കൻഡ് റൗണ്ടിൽ ചോയ്സ് ഫില്ല് ചെയ്തിട്ടുമില്ല.
ഇത്രയും ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ റാങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ സാധ്യത ഉണ്ടോ എന്ന് അറിയണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ F അല്ലെങ്കിൽ സെർച്ചിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് 10500 നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ. 10500 സെർച്ച് ചെയ്തപ്പോൾ ഇതാ 10500 ഓൾ ഇന്ത്യ റാങ്കുള്ള കുട്ടിക്ക് രാജമുത്തയ്യ മെഡിക്കൽ കോളേജ് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ MBBS ആണ് കിട്ടിയത്. ആ കുട്ടി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ ഡാറ്റയും ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഓരോ എക്സാമ്പിൾ എടുക്കും. ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോന്നോരോന്നില്ല. ഇപ്പോൾ 11,000 റാങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്. തൊട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പല പല റാങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ തൃശ്ശൂർ ഇപ്പോൾ ഡെൻ്റൽ കാണാം. MBBS ആണ് ചെക്ക് ചെയ്യണം, MBBS ആണോ BDS ആണോ ചെക്ക് ചെയ്യണം. 6000 പോയിട്ടുണ്ട്. ആ കുട്ടിയുടെ കാറ്റഗറി ഓപ്പൺ കാറ്റഗറിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇതാ 6000 അഗെയിൻ ആ കുട്ടിക്ക് തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിക്ക് തൃശ്ശൂർ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 6000 റാങ്കുള്ള കുട്ടിക്ക് ആദ്യം കോന്നി മെഡിക്കൽ കോളേജ് കിട്ടി ഒന്നാമത്തെ റൗണ്ടിൽ. ആ കുട്ടി അവിടെ റിപ്പോർട്ട് ചെയ്തില്ല. നമുക്കറിയാം ഓൾ ഇന്ത്യ ഫസ്റ്റ് റൗണ്ടിൽ ഫ്രീ എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ആ കുട്ടി പിന്നീട് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുത്തപ്പോൾ ആ കുട്ടിക്ക് തൃശ്ശൂർ കിട്ടി. ആ കുട്ടി ഫ്രഷ് അലോട്ടാണ്. ഇത് സെക്കൻഡ് റൗണ്ടിൻ്റെ ഫയലാണ്. ഇപ്പോൾ തേർഡ് റൗണ്ടിൻ്റെ ഫയൽ എടുത്താൽ ആ കുട്ടി അവിടെ ജോയിൻ ചെയ്തോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. തേർഡ് റൗണ്ടിൻ്റെ ഫയലും എന്തുണ്ട്, ഇപ്പം 6039. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ തേർഡ് റൗണ്ടിൻ്റെ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തേർഡ് റൗണ്ടിൻ്റെ ഫയൽ കിട്ടും. ഇതാണ് തേർഡ് റൗണ്ടിൻ്റെ ഫയൽ. അപ്പോൾ നമുക്ക് ഈ കുട്ടിയുടെ ഡാറ്റ അറിയണം 6039. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, 6039 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടുന്നത് 6039 ഉള്ള കുട്ടി ഇതാ തൃശ്ശൂരിൽ കണ്ടോ. ആ കുട്ടിയുടെ കാര്യം തന്നെയാണത്. ആ കുട്ടി നോക്കൂ, ആ കുട്ടി കോന്നിയിലുണ്ടായിരുന്നു. ആ കുട്ടി കോന്നിയിലുണ്ടായിരുന്നു. അവിടെ MBBS ഉണ്ടായിരുന്നു. ആ കുട്ടി അവിടെ റിപ്പോർട്ട് ചെയ്തില്ല. ആ കുട്ടിക്ക് തൃശ്ശൂർ കിട്ടി. ആ കുട്ടി റിപ്പോർട്ട് ചെയ്തു. തേർഡ് റൗണ്ടിൽ ആ കുട്ടി പങ്കെടുത്തിട്ടില്ല. എല്ലാ ഡാറ്റയും പബ്ലിക്കലി അവൈലബിൾ ആണ്. നമ്മുടെ ഗോൾഡ് മെയിൻ ആണ് ഈ കാണുന്ന മെഡിക്കൽ കോളേജ് കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പബ്ലിക്കായിട്ട് അവൈലബിൾ ഡാറ്റ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻസ് പ്ലാൻ ചെയ്യുക. പ്രയോറിറ്റി ഓർഡർ വേണം നിങ്ങൾക്ക് ഇത് വെച്ചിട്ടൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഏതാണ്. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 2 ഓപ്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനേക്കാളും എന്തുകൊണ്ടും നിങ്ങൾക്ക് ഏത് അർത്ഥത്തിലും ബെറ്റർ ആയത് മാത്രമേ അതിൻ്റെ തൊട്ട് മുകളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻ്റെ തൊട്ട് മുകളിൽ ഉണ്ടാകുന്ന ഓപ്ഷൻ ആയിരിക്കണം 100% നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയത്. മനസ്സിലായോ? അതിൽ ഒരു തരത്തിലുള്ള മണ്ടത്തരവും നിങ്ങളെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ജസ്റ്റ് വെരിഫൈ ചെയ്യുക. ഞാൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് പ്രോപ്പർ ആണോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് തന്നെയാണോ ഞാൻ മുകളിൽ കൊടുത്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ടൈം ആണ്, ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗ് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ ഇരുന്ന് കോളേജിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുക, യൂട്യൂബിൽ വീഡിയോസ് നോക്കാം. ഒരുപാട് നീറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും, അതിലൊക്കെ ജോയിൻ ചെയ്ത് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഓരോ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ പരിചയം ഉണ്ടെങ്കിൽ അവരോടും ചോദിച്ച് ഒരു നല്ല പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ശേഖരിച്ച് വെക്കുക. ഇത്രയും നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ മിക്കവാറും അവസാനത്തെ ഹോളിഡേ ആയിരിക്കും ഇത്. കോഴ്സിന് കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് വിൽ ബി എ വെരി ബിഗ് ജേണി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഹോളിഡേയ്സും എൻജോയ് ചെയ്യാം. പ്രോപ്പർ ഡെഡ് ലൈൻസ് ഒക്കെ തെറ്റാതെ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.